ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ശരി, എന്താണ് തെറ്റ്, വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. ഒരു കാര്യത്തിന് ഒരു ശരിയും ഒരു കാര്യത്തിന് ഒരു തെറ്റും മാത്രമേ ഉള്ളൂ. ഒരാളുടെ ശരി തന്നെയാണോ വേറൊരാളുടെ ശരി, അയാളുടെ ശരിയാണോ മറ്റൊരാളുടെ ശരി? ഓക്കെ, സോ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു വേരിയബിൾ കമ്പോണൻ്റ് ആണ്. ഈ ശരിയും തെറ്റും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏത് സ്കെയിൽ വെച്ചാണ് ഇത് മെഷർ ചെയ്യുന്നത്, ഓൺ വാട്ട് സ്കെയിൽ ഇറ്റ് ഇസ് മെഷേർഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ആളെ കൊല്ലുന്നത് അതെന്തായാലും തെറ്റല്ലേ? എങ്ങനെ നോക്കിയാലും ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയല്ലേ? പക്ഷെ എന്നാൽ ഈ ഒരാളെ കൊല്ലുന്നത് ഒരു സോൾജിയർ ആണെങ്കിലോ, ആ സോൾജിയറിൻ്റെ ഡ്യൂട്ടിയുടെ സമയത്താണോ ആളെ കൊല്ലുന്നത്? സോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ശരിയും തെറ്റും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യത്തിന് ഒരു ശരിയും ഒരു കാര്യത്തിന് ഒരു തെറ്റുമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ ശരിയായിരിക്കില്ല മറ്റൊരാളുടെ ശരി. സോ നമ്മൾ ഇത് എങ്ങനെ വിവേകപരമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. യൂസ് യുവർ ലോജിക്, യൂസ് വൈസ്ലി ടു ഡിസൈഡ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് ഓൺ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. സാഹചര്യങ്ങൾ അനുസരിച്ച്, ഇഫ് യു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി, ആ സൊസൈറ്റിയിൽ കോമൺ ആയിട്ട് ഉള്ള ശരി എന്താണെന്ന് അറിയുക. അങ്ങനെ വിവേകപരമായി ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശരിയും തെറ്റും. ഈ വിവേകത്തിനെ കുറിച്ച് പറയുമ്പോൾ വിവേകവും അറിവും, സോ ഇതും വേറൊരു ടോപ്പിക്കാക്കാവുന്ന വിഷയം കേട്ടോ. ഈ വിവേകവും അറിവും രണ്ട് ഇതാണ്. ഒരാൾക്ക് അറിവ് ഉള്ള ഒരാൾക്ക് വിവേകം ഉണ്ടാവണമെന്നില്ല. വിവേകമുള്ള ഒരാൾക്ക് അറിവ് അത്ര വലിയ അറിവ് ഉണ്ടാവണമെന്നില്ല. സോ നമ്മൾ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ശരിയും ടോപ്പിക്ക് വിടുന്നതിൽ എനിക്ക് ഇതുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ജനറലായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ വസ്ത്രധാരണം, നമ്മളെപ്പോഴും കേൾക്കുന്ന ഡിബേറ്റാണ് ഈ വസ്ത്രധാരണം. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ലേ, ആണായാലും പെണ്ണായാലും. അതിനകത്ത് ശരിയും തെറ്റും വിധി ചെയ്തിട്ട് വളരെ ഇതായിട്ടുള്ള ഡിബേറ്റ്സ് കാണാറുണ്ട്. സോ ഇൻ ഷോർട്ട് പറയുവാണെങ്കിൽ, വിവേകപരമായിട്ട് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ധരിക്കാവുന്ന വസ്ത്രവും ഇതും ഒക്കെ വിവേകപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, സോ ദർ വോണ്ട് ബി എനി ഇഷ്യൂസ് അല്ലോ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്, ശരിയും തെറ്റും. സോ ഒരു കാര്യത്തിന് ഒരു ശരിയും തെറ്റും ഒന്നുമില്ല. നമ്മൾ നിർവചിക്കുന്ന ഇതാണ് ശരിയും തെറ്റും. ശരിയും തെറ്റും എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ല, അങ്ങനെയുള്ളൊരു സാധനമേ ഇല്ല എന്ന് പറയും. ഇപ്പം കുറച്ച് ഈ വലിയ ആൾക്കാരൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറയാം ഇത് ചെയ്തിട്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല, നമുക്ക് എല്ലാ കാര്യത്തിനും ശരിയും തെറ്റും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ശരിയും തെറ്റും കോമൺലി അഗ്രീഡ് ആയിട്ടുള്ള ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സോ അതാണ് വിവേക ബുദ്ധി. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമ്മൾ ഒരു കാര്യത്തിനെ കറക്റ്റായിട്ട് വേർതിരിച്ചെടുത്ത്, ശരിയും തെറ്റും വേർതിരിച്ചെടുത്ത് വൈസായിട്ട് ഡിസൈഡ് ചെയ്ത് ഇത് ചെയ്യാൻ നേരത്താണ് കറക്റ്റായിട്ടുള്ളത്. സോ അതാണ് ഇന്നത്തെ ശരിയും തെറ്റും. സോ ദർ ഇസ് നോ റൈറ്റ് ആൻഡ് റോങ്, ഇറ്റ്സ് ഓൾ വാട്ട് പീപ്പിൾ ഡിസൈഡ്. ഓക്കെ, വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നാം, പക്ഷേ ഇതാണ് ശരിക്കും കാര്യം. ഒരു കാര്യത്തിനും ഒരു ശരിയും തെറ്റും ഒന്നുമില്ല. ഒരാളുടെ ശരിയല്ല മറ്റൊരാളുടെ ശരി, അയാളുടെ ശരിയല്ല വേറൊരാളുടെ ശരി. സോ ഇറ്റ്സ് ഓൾ ഡിസൈഡഡ് ബൈ പീപ്പിൾ. ഓക്കെ, താങ്ക് യു.